ഹലോ സ്റ്റുഡൻസ്, ക്ലാസ് 12-ൽ രണ്ട് നോട്ട്സ് തന്നിരുന്നു. അതിൻ്റെ ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് നോട്ടിൽ 3 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്, അതായത് സൈൻ ഇൻവേഴ്സ് എക്സ്, കൊസീക്ക് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, ഈ 3 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് തന്നിരുന്നു. അതിങ്ങനെയായിരുന്നു. ഇപ്പോൾ ആദ്യത്തേത് നോക്കുകയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സ്, അതിൻ്റെ കാര്യം when x is positive sin inverse x is positive, when x is negative sin inverse x is negative. അതായിരുന്നു ഫസ്റ്റ് പ്രോപ്പർട്ടി. അതിൻ്റെ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. ഈ ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആണ് എക്സ്, ഇപ്പോൾ എക്സ് ആക്സിസ് നോക്കുകയാണെങ്കിൽ എക്സ് പോസിറ്റീവ് ആവും തോറും, അതായത് സീറോൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകും തോറും കർവിൻ്റെ പൊസിഷൻ മേലോട്ടാണ്. അതായത് വൈ ആക്സിസിലെ പോസിറ്റീവ് ഡയറക്ഷനിലാണ് ഇതിൻ്റെ കർവ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ് പോസിറ്റീവ് ആയിരിക്കുമ്പോൾ കർവ്, അതായത് സൈൻ ഇൻവേഴ്സ് എക്സ് എന്നുള്ള ആ ഗ്രാഫ്, ആ ഫംഗ്ഷൻ എന്തായിരിക്കും, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇനി നെഗറ്റീവ് സൈഡിലേക്ക് എടുക്കുക. എക്സ് നെഗറ്റീവ് ആകുമ്പോൾ കർവിൻ്റെ പൊസിഷൻ താഴോട്ടാണ്, അതായത് വൈ ആക്സിസിലെ നെഗറ്റീവ് സൈഡിലേക്കാണ്. അതായത് എക്സ് നെഗറ്റീവ് ആകുമ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് എന്നുള്ളത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. അതുപോലെ നമുക്ക് വേറെ സ്ലൈഡറൊക്കെ ഉപയോഗിച്ച് കാണാം. ഇനി അതുപോലെ രണ്ടാമത്തെ ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആയിരുന്നു. കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. ഇതിൽ നമുക്ക് നേരത്തെ നമ്മൾ കണ്ടിരിക്കുന്ന പോലെ ഇതിൻ്റെ ഡൊമൈനിൽ ഓപ്പൺ -1 എന്നുള്ളത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതായത് r മൈനസ് ഓപ്പൺ -1 എന്നുള്ളതാണ് കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ അറിയാം, പോസിറ്റീവ് എക്സ് ആക്സിസിൽ, അതായത് എക്സ് പോസിറ്റീവ് ആവുമ്പോൾ കർവിൻ്റെ പൊസിഷൻ വരുന്നത് പോസിറ്റീവ് വൈ ആക്സിസിലാണ്, അതായത് മേലെ സൈഡിലാണ്, പോസിറ്റീവ് ഡയറക്ഷനാണ്, അതായത് കർവ് പോസിറ്റീവാണ്. അതായത് എക്സ് പോസിറ്റീവ് ആയിരിക്കുമ്പോൾ കർവ് പോസിറ്റീവാണ്, ദാറ്റ് ഈസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് പോസിറ്റീവാണ്. അതുപോലെ എക്സ് നെഗറ്റീവ് സൈഡിൽ കർവിൻ്റെ പൊസിഷൻ താഴെയാണ്, ദാറ്റ് ഈസ് നെഗറ്റീവ് വൈ ആക്സിസ്. അതായത് എക്സ് നെഗറ്റീവ് ആകുമ്പോൾ കർവ് നെഗറ്റീവാണ്, കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്നുള്ളത് നെഗറ്റീവാണ്. ഇതേപോലെ തന്നെ മൂന്നാമത്തെ ഫംഗ്ഷൻ, അതായത് ടാൻ ഇൻവേഴ്സ് എക്സ് എന്നുള്ള ഫംഗ്ഷനാണ് പറഞ്ഞത്. അത് ഈ കർവാണ്, ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ കർവാണ് ഈ കാണുന്നത്. അതിൽ നമുക്ക് ഈ കർവിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്, എക്സ് പോസിറ്റീവ് ആവുമ്പോൾ കർവിൻ്റെ പൊസിഷൻ മേലെയാണ്, അതായത് പോസിറ്റീവ് വൈ ആക്സിസിലാണ്, അതായത് കർവ് പോസിറ്റീവാണ്. അതുപോലെ എക്സ് നെഗറ്റീവ് ആയിരിക്കുമ്പോൾ കർവ് നെഗറ്റീവാണ്. അതായത് എക്സ് പോസിറ്റീവ് ആയിരിക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് പോസിറ്റീവാണ്, എക്സ് നെഗറ്റീവ് ആകുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് നെഗറ്റീവാണ്. ഇനി ഇത് തന്നെ നമുക്കൊരു സ്ലൈഡറൊക്കെ ഉപയോഗിച്ചൊന്ന് ചെയ്ത് നോക്കാം. അതായത് ഇത് കാണിച്ചിരിക്കുന്നത് സൈൻ എക്സിൻ്റെ ഗ്രാഫാണ്. നമ്മൾ നേരത്തെ കണ്ട മൂന്നും ഇൻവേഴ്സ്, സൈൻ ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് ആണ് കണ്ടത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സൈൻ എക്സിൻ്റെ ഗ്രാഫാണ്. സൈൻ എക്സ്, അപ്പോൾ എക്സ് ആക്സിസ് എല്ലാം ആംഗിൾ ഫോമിലായിരിക്കും, വൈ ആക്സിസിലെ വാല്യൂ ഫോമിലായിരിക്കും. അതായത് സൈൻ 30 ഡിഗ്രി ഈക്വൽ ടു 1/2 എന്നുള്ള തരത്തിലായിരിക്കും നമുക്ക് വാല്യൂസ് കിട്ടുക. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാനിവിടെ പോയിന്റ് വച്ചിരിക്കുന്നത് π/6, സൈൻ π/6 എന്നുള്ളത് 1/2 ആണ്. π/6 എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി, അതായത് സൈൻ 30 ഡിഗ്രി ഈക്വൽ ടു 1/2 എന്നുള്ള പൊസിഷനിലാണ് ഇത് നിൽക്കുന്നത്. ഈ കർവിൽ നിന്ന് തന്നെ നമുക്ക് ഇതിനെ നേരെ തിരിച്ചു പറഞ്ഞാൽ ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്നുള്ളത് ദാറ്റ് ഈസ് 0.5. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്നുള്ളത് എത്രയാണെന്ന് പറയാം, π/6 ആണെന്ന് പറയാം. നേരത്തെ പറഞ്ഞത് തന്നെ തിരിച്ചു പറഞ്ഞതാണ് സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, സൈൻ π/6 ഈക്വൽ ടു 0.5. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് 0.5 ഈക്വൽ ടു π/6. ഇനി നമുക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് സൈൻ ഇൻവേഴ്സ് പോസിറ്റീവ് നെഗറ്റീവ് ആ കേസുകളാണ്. നമ്മളിതിൽ നോക്കുക, സൈൻ ഇൻവേഴ്സിൻ്റെ വാല്യൂസ് എടുക്കുക, ഈ വൈ ആക്സിസിലാണ്, നേരെ തിരിച്ചായിരിക്കും. ഈ ഒരു നമ്മൾ എടുത്തിരിക്കുന്ന കർവ് സൈൻ എക്സിൻ്റെ കർവാണ്, സൈൻ എക്സിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ നമുക്ക് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്നുള്ളതിൽ എക്സ് വരിക ഇതിലായിരിക്കും, ഈ വാല്യൂസ് ആയിരിക്കും. അപ്പോൾ ആ വാല്യൂസ് പോസിറ്റീവ് ആവും തോറും സൈൻ്റെ വാല്യൂസ് പോസിറ്റീവ് സൈഡിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സൈൻ ഇൻവേഴ്സിൻ്റെ വാല്യൂസ് പോസിറ്റീവ് എടുക്കും തോറും സൈൻ ഇൻവേഴ്സിൻ്റെ വാല്യൂ എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് എടുക്കുന്നതോറും സൈൻ ഇൻവേഴ്സിൻ്റെ വാല്യൂ പോസിറ്റീവ് തന്നെയാണ്. ഇനി ഇത് തന്നെ നമുക്ക് നെഗറ്റീവ് സൈഡിലും കൂടെ ഒന്ന് നോക്കാം. അതായത് എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് സൈഡിൽ താഴോട്ട് നെഗറ്റീവ് നമ്പേഴ്സ് എടുക്കുമ്പോൾ സൈൻ ഇൻവേഴ്സിൻ്റെ വാല്യൂ നെഗറ്റീവ് സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
തന്നെയാണ് നേരത്തെ ഇൻവേഴ്സ് കർവ് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത്. അത് തന്നെയാണ്. എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആകുമ്പോൾ സൈൻ ഇൻവേഴ്സ് പോസിറ്റീവ് ആണ്, എക്സ് നെഗറ്റീവ് ആകുമ്പോൾ സൈൻ ഇൻവേഴ്സ് നെഗറ്റീവ് ആണ്. ഇനി ഇത് നമുക്ക് കൊസീക്ക് ഇൻവേഴ്സിലും കാണാം. കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഇത് നോക്കാൻ വേണ്ടി, പ്രോപ്പർട്ടി നോക്കാൻ വേണ്ടി നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് കൊസീക്കിൻ്റെ ഗ്രാഫാണ്. കൊസീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ നേരെ തിരിച്ചുള്ളത് നോക്കണം. ഇത് കൊസീക്കിൻ്റെ ഗ്രാഫാണ്. നേരെ തിരിച്ചുള്ളത് നോക്കുകയാണെങ്കിൽ ഈ സൈഡിലായിരിക്കും എക്സിൻ്റെ വാല്യൂസ്. അപ്പോൾ ആ എക്സിൻ്റെ വാല്യൂസ് പോസിറ്റീവ് ആവും തോറും കർവ് പോസിറ്റീവ് തന്നെയാണ്. കർവിൻ്റെ ആ ആൻസർ വരുന്നത് പോസിറ്റീവ് തന്നെയാണ്. അതുപോലെ കർവ് നെഗറ്റീവ് ആകുമ്പോൾ താഴോട്ട് കണ്ടറിയാം, കർവിൻ്റെ വാല്യൂസ് നെഗറ്റീവ് ആകുമ്പോൾ അതിൻ്റെ ആൻസർ വരുന്നതും നെഗറ്റീവ് സൈഡിലാണ്. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. എക്സ് പോസിറ്റീവ് ആകുമ്പോൾ കൊസീക്ക് ഇൻവേഴ്സ് പോസിറ്റീവ് ആണ്, എക്സ് നെഗറ്റീവ് ആകുമ്പോൾ കൊസീക്ക് ഇൻവേഴ്സ് നെഗറ്റീവ് ആണ്. സെയിം കാര്യം നമുക്ക് ടാൻ്റെ കാര്യത്തിലും കാണാം. ടാൻ എക്സിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചുള്ളതാണ് എടുക്കുക. ടാൻ ഇൻവേഴ്സിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നേരെ തിരിച്ചെടുക്കുമ്പോൾ വൈ ആക്സിസിലാണ് നമുക്ക് ആ എക്സിൻ്റെ സ്ഥാനം. ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ ആ എക്സ് വരെ ഇതിൽ ഈ നമ്പേഴ്സാണ്, ആൻസർ വരെ ആംഗിളിലാണ്. അപ്പോൾ ആ നമ്പേഴ്സ് പോസിറ്റീവ് ആയിരിക്കുമ്പോൾ ഇപ്പോൾ കാണാം വാല്യൂസ് പോസിറ്റീവ് ആയിരിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ, അതായത് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ആൻസർ ഈ ആംഗിൾ ഫോമിലാണ് വരിക. താഴെ എക്സ് ആക്സിസ് എന്നുള്ളിടത്താണ് അതിൻ്റെ ആൻസർ വരിക. അതെല്ലാം പോസിറ്റീവായിട്ടാണ് കിട്ടുക. അതുപോലെ എക്സിൻ്റെ വാല്യൂ നെഗറ്റീവിലേക്ക് എടുക്കുമ്പോൾ, അതായത് ഇതിൻ്റെ താഴോട്ട് പോകുമ്പോൾ, നെഗറ്റീവ് സൈഡിലേക്ക് പോകുമ്പോൾ ആൻസറും അതായത് ആംഗിളും എന്തായിട്ട് വരുന്നുണ്ട്, നെഗറ്റീവായിട്ട് വരുന്നുണ്ട്. പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. എക്സ് പോസിറ്റീവ് ആയിരിക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് എന്നുള്ളത് പോസിറ്റീവാണ്. അതുപോലെ എക്സ് നെഗറ്റീവ് ആയിരിക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് എന്നുള്ളത് നെഗറ്റീവാണ്. നമ്മൾ ഫസ്റ്റ് കണ്ട ഗ്രാഫ് ഡയറക്റ്റ് ഇൻവേഴ്സുകളുടെ ഗ്രാഫായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത്, ഇപ്പോൾ നമ്മൾ കണ്ട മൂന്നെണ്ണവും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഗ്രാഫിൽ നിന്ന് നമ്മൾ നേരെ റിവേഴ്സ് ചെയ്തിട്ടാണ് വാല്യൂസ് നോക്കിയത്. ഇനി ഫസ്റ്റ് നോട്ടിൽ ബാക്കി 3 ഫംഗ്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് കോസ് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് എക്സ്, കോട്ട് ഇൻവേഴ്സ് എക്സ്. ഈ 3 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളത് പറഞ്ഞു. അത് നമുക്ക് നോക്കാം. കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് തന്നെ വ്യക്തമാണ് അത് പോസിറ്റീവ് സൈഡിലാണ്. ഇത് ഡയറക്റ്റാണ്. കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ അത് പോസിറ്റീവ് സൈഡിലാണ് കർവ് വരുന്നത്. ദാറ്റ് ഈസ് പോസിറ്റീവ്, ഓൾവേസ് പോസിറ്റീവ്. അതായത് എക്സിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് കർവ് നെഗറ്റീവിലേക്ക് വരുന്നില്ല. അതാണ് അതിൻ്റെ അർത്ഥം, പോസിറ്റീവാണ്. ഇനി അതുപോലെ സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. അതിൻ്റെ കർവിൻ്റെ പൊസിഷൻ നമുക്കറിയാം, ഇത് പോസിറ്റീവ് സൈഡിലാണ്. എക്സ് ആക്സിന് മേലെയാണ്, താഴോട്ട് കർവ് വരുന്നില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. എക്സ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എപ്പോഴും സീക്ക് ഇൻവേഴ്സ് എക്സ് എന്നുള്ളത് പോസിറ്റീവാണ്. അതുപോലെ ഇത് കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ്. അത് എപ്പോഴും, അതായത് മേലെ സൈഡിലാണ് വരുന്നത്, എപ്പോഴും പോസിറ്റീവാണ്, താഴോട്ട് കർവ് വരുന്നില്ല. അതായത് പറഞ്ഞതിൻ്റെ അർത്ഥം 3 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, കോസ് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് എക്സ്, കോട്ട് ഇൻവേഴ്സ് എക്സ് എന്നീ 3 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും എപ്പോഴും പോസിറ്റീവായിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു നോട്ട് തന്നിരുന്നു, റിലേഷൻസ് ബിറ്റ്വീൻ സൈൻ ഇൻവേഴ്സ് ആൻഡ് കൊസീക്ക് ഇൻവേഴ്സ്. അങ്ങനെ 3 റിലേഷൻസ് തന്നിരുന്നു. അതിൽ ആദ്യത്തെ നമുക്ക് നോക്കാം. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. അതുപോലെ സൈൻ ഇൻവേഴ്സ് 1/xൻ്റെ ഗ്രാഫാണ് ഈ കാണുന്നത്. ദാറ്റ് ഈസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ഈ സൈൻ ഇൻവേഴ്സ് നേരത്തെ നമ്മൾ കണ്ടത് തന്നെയാണ്. കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് കണ്ടത് തന്നെയാണ്. അത് തന്നെയാണ് ഈ ഗ്രാഫും. അതായത് സൈൻ ഇൻവേഴ്സ് 1/x എന്നുള്ള പറയുന്നത് തന്നെയാണ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത്. ഇതിൽ കൊസീക്കും സൈനും നമുക്കറിയാം റെസിപ്രോക്കൽ ഫങ്ഷൻസ് ആണ്. അപ്പോൾ അവരുടെ ഒരു കണക്ഷൻ ഇതുപോലെ നിൽക്കും. ഇത് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്, അതുപോലെ ഇത് കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് തന്നെയാണ് സൈൻ ഇൻവേഴ്സ് 1/x. അപ്പോൾ ആ ഒരു റിലേഷൻ. അതുപോലെ രണ്ടാമത്തെ റിലേഷൻ ആയിരുന്നു സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് തന്നെയാണ് കോസ് ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നമുക്ക് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് കാണാം. ഇതാണ് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. അതുപോലെ ഇത് കോസ് ഇൻവേഴ്സ് 1/xൻ്റെ ഗ്രാഫാണ്. ഇത് തന്നെയാണ് സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫും.
അതായത് റിലേഷൻ കറക്റ്റാണ്. സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നതും കോസ് ഇൻവേഴ്സ് 1/x എന്ന് പറയുന്നതും ഇവിടെ ഈക്വൽ ആണ്. അവിടെ ആ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ ഓപ്പൺ ഇൻ്റർവൽ -1 1 എന്നുള്ളത് ആറിൽ നിന്ന് റിമൂവ് ചെയ്യുക, അതായത് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് ഇക്വേഷൻസും ഓക്കെയാണ്. മൂന്നാമത്തെ ഒരു റിലേഷൻ നമ്മൾ പഠിച്ചത് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 1/x ആണ് ഓൺലി വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ആദ്യം അതിൽ നമുക്ക് കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് കാണാം. ഇതാണ് കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. നമ്മൾ നേരത്തെ കണ്ടതാണ് കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണിത്. ഇനി നമുക്കിതിൻ്റെ പോസിറ്റീവ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ മാത്രമാണ് ഇത് രണ്ടും ഈക്വൽ ആയിട്ട് വരിക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ച മൂന്നാമത്തെ റിലേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. ടാൻ ഇൻവേഴ്സ് 1/x എന്നുള്ള ഗ്രാഫാണ് ഈ കാണുന്നത്, ഗ്രീൻ കളറിൽ കാണുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് ഒന്നുകൂടെ കാണിക്കാം. കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണിത്. ഇപ്പോൾ കണ്ടത് നമ്മൾ ടാൻ ഇൻവേഴ്സ് 1/x വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0. എക്സ് ഗ്രേറ്റർ ദാൻ 0ൽ ടാൻ ഇൻവേഴ്സ് 1/xൻ്റെ ഗ്രാഫാണ് ഈ ഗ്രീൻ കളറിൽ. അതും നേരത്തെ നമ്മൾ കോട്ട് ഇൻവേഴ്സ് എക്സ് വരച്ചിരിക്കുന്ന ആ പോർഷനും ഇപ്പോൾ ഈക്വൽ ആയിട്ടാണ് നിൽക്കുന്നത്. അതാണ് കളർ കാണാത്തത്. ഗ്രീൻ ആണ് ഇതിൻ്റെ മേലെ വന്നിരിക്കുന്നത്. സെയിം കർവാണ് ഈ സൈഡിൽ. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ കോട്ട് ഇൻവേഴ്സ് എക്സ് എന്നുള്ളതും ടാൻ ഇൻവേഴ്സ് 1/x എന്നുള്ളതും ഈക്വൽ ആണ്. അതാണ് നമുക്ക് മൂന്നാമത്തെ റിലേഷൻ. ഇനി ആ കണ്ടീഷൻ അവിടെ വയ്ക്കാൻ കാരണം എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ ടാൻ ഇൻവേഴ്സ് 1/x ഇങ്ങനെയായിരിക്കും. നമുക്ക് ഗ്രാഫിൽ കാണാം, ബ്ലൂ കളറിൽ കാണാം. എക്സ് ലെസ് ദാൻ 0ൽ ടാൻ ഇൻവേഴ്സ് 1/x എന്നുള്ളത് ഇങ്ങനെയാണ്. അതായത് അതും കോട്ട് ഇൻവേഴ്സ് എക്സ് എന്നുള്ളതും ഈക്വൽ അല്ല എപ്പോൾ എക്സ് ലെസ് ദാൻ 0 ആയിരിക്കുമ്പോൾ. അതുകൊണ്ടാണ് മൂന്നാമത്തെ റിലേഷനിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കണ്ടീഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ റിലേഷൻ എങ്ങനെയാണ്? കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/x ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ.